സുവിശേഷ ശുശ്രൂഷകരാകണം. ദൈവത്തിൻ്റെ കരുണയുടെ നിമിഷങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. ഇനി സമയമായി എന്ന് പറഞ്ഞേ, സമയമായി. നമ്മളും നമ്മുടെ കുടുംബവും ഈ കർത്താവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി ഒരുങ്ങേണ്ട സമയമായി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വചനം പറയുകയാണ്, പ്രഭാഷകൻ്റെ അവസ്ഥ 35:21 പ്രഭാഷകൻ 35:21 പറയുകയാണ്, വിനീതൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു. നമ്മൾ എളിമയോടെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാവ് ദൈവത്തിൻ്റെ മുമ്പിൽ തന്നെ എത്താൻ വേണ്ടി പിശാച് തൻ്റെ സർവ്വശക്തിയോടും കൂടെ പ്രവർത്തിക്കുക. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു വന്നപ്പോൾ കർത്താവ് മെസ്സേജ്, ദ്വന്ദ്വയുദ്ധം നടക്കുക. ഇതാണ് പിശാചും ദൈവവും തമ്മിലുള്ള യുദ്ധമാണ്. കാരണം എല്ലാവരും ഏതെങ്കിലുമൊക്കെ തരത്തിൽ തിന്മയ്ക്ക് അടിമപ്പെടുത്തിയിട്ട് നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകാൻ പിശാച് തൻ്റെ സർവ്വശക്തി എടുത്ത് പരിശ്രമിക്കുക. നമുക്കിത് മനസ്സിലാകുന്നില്ല. നമ്മളിത് മനസ്സിലാക്കാതെ നമ്മളിപ്പോഴും ഭൗതികമായ വ്യഗ്രതകളിൽ കഴിയുവാണ്. നമ്മളോട് ഓരോരുത്തരോടും ഈശോ ചോദിക്കുന്നത് എന്താണ്? നിന്റെ ഒരുപാട് ദുഃഖഭാരങ്ങളുള്ള, ഒത്തിരി മുറിവുകളുള്ള, സങ്കടങ്ങളുള്ള, സങ്കീർണമായ പ്രശ്നങ്ങളുമായിട്ട് ഉറക്കം നഷ്ടപ്പെട്ട് വേദനയോടെ കഴിയുന്ന എൻ്റെ പ്രിയപ്പെട്ടവളെ, പ്രിയപ്പെട്ടവനെ, നിന്റെ ഹൃദയം ആർക്ക് വേണം? ഈശോയ്ക്ക് വേണം. ഹല്ലേലൂയ. ഒന്ന് കൊടുക്കാൻ പറ്റുമോ? വിശുദ്ധ മാർഗരറ്റ് ഈശോ ചോദിച്ചപ്പോൾ തന്നെ അവളുടെ ഹൃദയത്തെ പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് കൊടുത്തതുപോലെ നമുക്ക് നമ്മുടെ ഹൃദയം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് കൊടുക്കുകയാണ്. ഈശോയുടെ ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ വേദന, ഈശോയുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഈശോയോട് ചോദിക്കണം, ഈശോയെ, നിന്റെ ഹൃദയം ഞാൻ മൂലം വേദനിക്കുന്നുണ്ടോ? അപ്പം ആരാണോ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് അകന്നു പോകുന്നത്, അവർ വഴി ഈശോ വേദനിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ നിത്യജീവൻ്റെ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ ഈ നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാണെങ്കിൽ, ഈ ലോകം തരുന്ന നേട്ടങ്ങൾക്കും സുഖങ്ങൾക്കും വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരും ജീവിക്കുന്നവരുമാണെങ്കിൽ, വചനം പറയുന്നു, സഭാപ്രസംഗൻ പറയുന്നു, മായയാണ്, സർവ്വവും മായയാണ്. ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്നിരിക്കാനും ഈശോയുടെ തിരുഹൃദയത്തെ അടുത്തറിയാനും ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഈശോ നമ്മളോട് പഠിക്കാൻ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈശോയിൽ നിന്ന് പഠിക്കുക, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് പഠിക്കുക. അതിനകത്ത് 2 കാര്യമാണ് സിസ്റ്റർ ഇപ്പോൾ എടുത്തു പറഞ്ഞത്. ഏതൊക്കെയാണത്? ഈശോയുടെ ശാന്തത, ഈശോയുടെ എളിമ. അതുപോലെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈശോയുടെ ഹൃദയത്തിൻ്റെ പ്രത്യേകത എന്താ? ഈശോയുടെ ഹൃദയം നിറയെ എന്താ? കരുണയാണ്. ഹല്ലേലൂയ. കരുണ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹം തന്നെയാണ് ഈ കരുണ. ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹം തന്നെയാണ് ഈ കരുണ. ഈശോയുടെ തിരുഹൃദയത്തോട് നമ്മുടെ ഹൃദയത്തെ ചേർത്ത് വെച്ചാണ് നമ്മുടെ ഹൃദയത്തിനും ആ പരിശുദ്ധി നേടിയെടുക്കേണ്ടത്. ആമേൻ. ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിലെ 28-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ നമ്മുടെ യൂട്യൂബിലൂടെയുള്ള ശുശ്രൂഷ വഴി ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്, ഫോണിലൂടെ വിളിക്കുന്നുണ്ട്. സിസ്റ്റർ, മണ്ഡലം എവിടെയാണ്? ഞങ്ങൾക്കൊന്ന് വരാൻ പറ്റുമോ? എവിടുന്നാ? തിരുവനന്തപുരത്തു നിന്നും പത്തനംതിട്ടയിൽ നിന്നും വളരെ വിദൂരങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വിളിക്കും. ഇതെവിടെയാണ്? ഞങ്ങൾക്കൊന്ന് വരാൻ പറ്റുമോ? ഞങ്ങൾക്ക് അവിടെ ഒന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അത് ഞാൻ വിചാരിക്കുകയായിരുന്നു, ഇവിടെ നിങ്ങളിരുന്ന് നിങ്ങളുടെയൊക്കെ ദുഃഖങ്ങളും വേദനകളും സ്പിരിച്വൽ ഷെയറിങ്ങിലൂടെ ഒക്കെ നിങ്ങൾക്ക് പങ്കുവെക്കാനും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനും ഒക്കെ നിങ്ങൾക്ക് അവസരം കിട്ടുമോ? അത് വലിയ ഭാഗ്യമാണ്. അവിടെ കർത്താവ് പറയുന്നുണ്ടോ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് വാ. വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നമുക്കതിനൊരു വേദി കിട്ടണം. അപ്പം കർത്താവ് നമുക്ക് വരാനും ഇങ്ങനെ ഒരു വേദി ഒരുക്കാനും ഒക്കെ ദൈവത്തിൻ്റെ വലിയ കരുണ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ നടക്കുന്ന ശുശ്രൂഷ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അവർ വലിയ താല്പര്യത്തോടെ ചോദിക്കുന്ന, എപ്പോഴാണ് ഇത് ഞങ്ങൾക്ക് കിട്ടുന്നത്? എപ്പോൾ ഇത് യൂട്യൂബിൽ വരും? അനേകം മക്കളെ ദാഹിക്കുന്നു, ആഗ്രഹിക്കുന്നു വചനം കിട്ടാൻ വേണ്ടി. ഞാൻ ഓർക്കുക, നമ്മൾ എത്രയോ വലിയ സമർത്ഥമായിട്ടുള്ള ആ വചന വിരുന്നുണ്ടാണ് വളരുന്നത്. ഒരു വിരുന്നശാലയിലാണ് നമ്മൾ, ദൈവകരുണയുടെ വിരുന്നശാലയിലിരുന്ന് സമർത്ഥമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വിരുന്നുണ്ണുക. ഇപ്പം നമുക്ക് നമ്മുടെ കൊച്ചച്ഛൻ സിബിനച്ചൻ ഇത്ര മനോഹരമായിട്ടാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച്, അതിന് തൊട്ട് മുമ്പ് നമ്മുടെ വികാരിയച്ഛന് വിശുദ്ധ കുർബാനയെക്കുറിച്ച്
ഇതൊക്കെ വലിയ വിരുന്ന് തന്നെയാണ്, ആസ്വദിച്ച് അനുഭവിക്കേണ്ട വലിയ വിരുന്ന് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിലൂടെ ഞങ്ങൾക്ക് വചനം താ. എന്നോട് പലരും ഫോണിൽ കൂടെ പറയുന്നതാണ്, സിസ്റ്റർ ഞങ്ങൾക്ക് വചനം താ, ഞങ്ങൾക്ക് ആശ്വാസം കിട്ടുന്ന, ഞങ്ങൾക്ക് വിടുതൽ കിട്ടുന്ന, ഞങ്ങൾക്ക് സൗഖ്യം കിട്ടുന്ന ഒരു വചനം തരാവോ? ഇതാണ് ആൾക്കാർ ചോദിക്കുന്നത്, വേറൊന്നുമല്ല ചോദിക്കുന്നത്, ഞങ്ങൾക്കൊരു വചനം തരാവോ? ഒരുപാട് നാളുകളായിട്ട് ഉറങ്ങാതിരുന്നൊരു സഹോദരൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിലൂടെ ഒരു വചനം ചോദിച്ചു. ഞാനൊരു വചനം കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പിറ്റേ ദിവസം എന്നോട് പറയുകയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ വർഷങ്ങളായിട്ട് ഇന്നലെ ഉറങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ അടുത്ത് വന്ന് കർത്താവിൻ്റെ വചനം സ്വീകരിക്കാൻ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഇതിനെ പറയാം, അധ്വാനമുണ്ട്, ഭാരം വഹിക്കുന്നുണ്ട്. നിങ്ങളുടെ അധ്വാനവും നിങ്ങളുടെ ഭാരം വഹിക്കലും ഒക്കെ ആയിട്ട് നിങ്ങൾ എങ്ങോട്ട് വരണം? എൻ്റെ അടുക്കലേക്ക് വരണം. എന്നിട്ട് വീണ്ടും വചനം പറയുകയാണ്, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6:27 നമ്മളിങ്ങനെ വായിക്കുന്നു, നിങ്ങൾ നശ്വരമായ അപ്പത്തിന് വേണ്ടിയിട്ടല്ല അധ്വാനിക്കേണ്ടത്. പറഞ്ഞേ, നശ്വരമായ അപ്പത്തിന് വേണ്ടിയല്ല. വചനം പറയുന്നു, നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കണം. അപ്പൊ കർത്താവിൻ്റെ അടുത്ത് വന്നിരുന്ന് ഈ നിത്യജീവന്റെ അപ്പം തിന്നാൻ, അപ്പം സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ. എന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാര മുദ്ര വെച്ചിരിക്കുന്നു. പിതാവായ ദൈവം അംഗീകാര മുദ്ര വെച്ച യേശുവിൻ്റെ വചനമാണ് നമ്മൾ കേൾക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നോക്കിയേ, എല്ലാ മനുഷ്യരും തങ്ങളുടെ ഭൗതികമായ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്, സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്, സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുക. ഇത് തന്നെയാണ് ഈശോയുടെ ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ വേദന. ഈശോയുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഈശോയോട് ചോദിക്കണം, ഈശോയെ, നിൻ്റെ ഹൃദയം ഞാൻ മൂലം വേദനിക്കുന്നുണ്ടോ? ഞാൻ മൂലം വേദനിക്കുന്നുണ്ടോ? അപ്പം ആരാണോ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് അകന്നു പോകുന്നത്, അവരിലൂടെ, അവർ വഴി ഈശോ വേദനിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ നിത്യജീവൻ്റെ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ ഈ നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാണെങ്കിൽ, ഈ ലോകം തരുന്ന നേട്ടങ്ങൾക്കും സുഖങ്ങൾക്കും വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരും ജീവിക്കുന്നവരുമാണെങ്കിൽ, വചനം പറയുന്നു, സഭാപ്രസംഗൻ പറയുന്നു, മായയാണ്, സർവ്വവും മായയാണ്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. വചനം പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, സുഖഭോഗങ്ങളിൽ ഞാൻ മുഴുകും, ഞാൻ അതിൻ്റെ ആസ്വാദ്യത പരീക്ഷിക്കും, എന്നാൽ ഇതും മിഥ്യ തന്നെ. ചിരി ഭ്രാന്താണെന്നും സുഖഭോഗങ്ങൾ നിഷ്ഫലമാണെന്നും ഞാൻ മനസ്സിലാക്കി. വചനം പറയുന്നു, ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്തു, ഞാൻ എനിക്ക് വേണ്ടി മണിമാളികകൾ പണിതു, മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ചു, ഉദ്യാനങ്ങളും ഉപവനങ്ങളും ഉണ്ടാക്കി, അവയിൽ എല്ലാത്തരം ഫലവൃക്ഷങ്ങളും നട്ടു, തോട്ടം നനയ്ക്കാൻ കുളങ്ങൾ കുഴിച്ചു. പിന്നെ ഞാൻ ഉണ്ടാക്കിയവയെയും അതിനുവേണ്ടി ചെയ്ത അധ്വാനത്തെയും ഞാൻ നിരൂപണം ചെയ്തു. എല്ലാ മിഥ്യയും പാഴ്വേലയുമായിരുന്നു. സഭാപ്രസംഗൻ പറയാണ്, ഞാൻ അധ്വാനിച്ചത്, ഉണ്ടാക്കിയത്, സമ്പാദിച്ചത് എല്ലാം പാഴ്വേലയായിരുന്നു. സൂര്യന് കീഴെ ഒരു നേട്ടവുമില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. സഭാപ്രസംഗൻ്റെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനമാണ് സിസ്റ്റർ വായിച്ചത്. അതിൻ്റെ അവസാനം പറയുകയാണ്, സൂര്യന് കീഴെ ഒരു നേട്ടവുമില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. പിന്നെ ഞാൻ ഉണ്ടാക്കിയവയെയും അതിനുവേണ്ടി ചെയ്ത അധ്വാനത്തെയും ഞാൻ നിരൂപണം ചെയ്തു. എന്നിട്ട് പറയുകയാണ്, എല്ലാ മിഥ്യയും പാഴ്വേലയുമായിരുന്നു, സൂര്യന് കീഴെ ഒരു നേട്ടവുമില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയുള്ള ബോധ്യങ്ങൾ കിട്ടിയവർക്ക് ഈ നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ അനശ്വരമായ നിത്യജീവൻ്റെ അപ്പത്തിന് വേണ്ടിയിട്ട് ജീവിക്കാൻ, അധ്വാനിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആമേൻ. വലത്തേറി ഉയർത്തി പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അതുപോലെ പ്രിയപ്പെട്ടവരെ, സഭാപ്രസംഗൻ്റെ പുസ്തകം 2-ാം അധ്യായം 17-20 നമ്മളിങ്ങനെ വായിക്കുകയാണ്, സൂര്യന് കീഴിലുള്ള എല്ലാ പ്രയത്നങ്ങളിൽ നിന്നും പിന്മാറി. അപ്പോൾ ബോധ്യം കിട്ടിയപ്പോൾ എല്ലാം മിഥ്യയാണെന്നും മായയാണെന്നും നിരർത്ഥകമാണെന്നും ഇതിലൊന്നും ഒരു കാര്യവുമില്ലെന്നും ഇതൊന്നും അല്ല പ്രധാനപ്പെട്ടതെന്നും മനസ്സിലാക്കിയപ്പോൾ സഭാപ്രസംഗൻ പറയുന്നു, സൂര്യന് കീഴെയുള്ള എല്ലാ പ്രയത്നങ്ങളിൽ നിന്നും
പിന്മാറി മനസ്സെങ്ങോട്ടുയർത്തി? ദൈവത്തിങ്കിലേക്ക് ഉയർത്തി. വീണ്ടും വചനം പറയുകയാണ്, അവൻ്റെ ദിനങ്ങളെല്ലാം വേദന നിറഞ്ഞതാണ്. അധ്വാനമാകട്ടെ ദുഃഖമാകട്ടെ രാത്രിയിൽ പോലും അവൻ്റെ മനസ്സിന് സ്വസ്ഥതയില്ല. ഇത് മിഥ്യ തന്നെ. കണ്ടോ, നമുക്കൊരിക്കലും സ്വസ്ഥമായിട്ട് സമാധാനമായിട്ടിരിക്കാൻ പറ്റാത്ത തരത്തിൽ ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പരക്കം പായുന്നത് എന്താണ്? അത് മിഥ്യ തന്നെ എന്നാണ് വചനം പറയുന്നത്. സഭാപ്രസംഗൻ്റെ പുസ്തകം 12:1 നമ്മളിങ്ങനെ വായിക്കുന്നു, ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കുന്നതിന് മുൻപ് യൗവനകാലത്ത് സൃഷ്ടാവിനെ സ്മരിക്കുക. അല്ലത്തേരം ഉയർത്തി പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ഈ വചനം ഒന്ന് പറയാം. ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കുന്നതിന് മുൻപ് യൗവനകാലത്ത് സൃഷ്ടാവിനെ സ്മരിക്കുക. ആമേൻ, ആമേൻ. വീണ്ടും സഭാപ്രസംഗന്റെ പുസ്തകം 9:12 നമ്മളിങ്ങനെ വായിക്കുകയാണ്, തൻ്റെ സമയം മനുഷ്യന് അജ്ഞാതമാണ്. മത്സ്യം വലയിൽ പെടുന്നത് പോലെയും പക്ഷികൾ കെണിയിൽ കുടുങ്ങുന്നത് പോലെയും കഷ്ടകാലം വിചാരിക്കാത്ത നേരത്ത് മനുഷ്യ മക്കളെ പിടികൂടുന്നു. വലത്തേരം നിർത്തി. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. എല്ലാം സുരക്ഷിതമാണ്, എല്ലാം സമാധാനപരമാണ്, എല്ലാം സന്തോഷകരമാണ്, ഒരു കുറവുമില്ല, ഒരു കുഴപ്പവുമില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മേൽ പല അനർത്ഥങ്ങൾ, വേദനകൾ വരുന്നു എന്ന് വചനം പറയുകയാണ്. കേട്ടോ, മത്സ്യം വലയിൽ പെടുന്നത് പോലെ, ഒരു മത്സ്യം വലയിലേക്ക് കയറുന്നത് എപ്പോഴാണെന്ന് അതിന് അറിയത്തില്ല. മത്സ്യം വലയിൽ കുടുങ്ങുന്നത് പോലെയും പക്ഷികൾ കെണിയിൽ പെടുന്നത് പോലെയും കഷ്ടകാലം, വേദനകൾ, ആപത്തുകൾ, അനർത്ഥങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന്. വീണ്ടും സഭാപ്രസംഗന്റെ പുസ്തകം 7:29 നമ്മൾ വായിക്കുന്നു, ഞാൻ കണ്ടതിതാണ്, ദൈവം മനുഷ്യനെ സരളഹൃദയനായി സൃഷ്ടിച്ചു. ദൈവം മനുഷ്യനെ എങ്ങനെയുള്ളവനായിട്ടാണ് സൃഷ്ടിച്ചത്? ഒരു നല്ല ഹൃദയമുള്ളവനായി, പരിശുദ്ധമായ ഹൃദയമുള്ളവനായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നാൽ അവൻ്റെ ഹൃദയത്തിലെ, അവൻ്റെ ജീവിതത്തിലെ സങ്കീർണമായ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണ്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല വ്യഗ്രതകളും വേദനാദികളും അസ്വസ്ഥതകളും സൃഷ്ടിച്ചതാണ്? ആരുണ്ടാക്കിയതാണ്? നമ്മൾ തന്നെ. അതാ സഭപ്രസംഗൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈശോ ഒരിക്കൽ വിശുദ്ധ മാർഗരറ്റിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണെന്നറിയാവോ? നിന്റെ ഹൃദയം നീ എനിക്ക് തരിക, നിന്റെ ഹൃദയം നീ എനിക്ക് തരിക. അപ്പോൾ തന്നെ അവൾ ഈശോയ്ക്ക് ആ ഹൃദയം എടുത്ത് കൊടുക്കുകയാണ്. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മളോട് ഓരോരുത്തരോടും ഈശോ ചോദിക്കുന്നത് എന്താണ്? നിന്റെ ഒരുപാട് ദുഃഖഭാരങ്ങളുള്ള, ഒത്തിരി മുറിവുകളുള്ള, സങ്കടങ്ങളുള്ള, സങ്കീർണമായ പ്രശ്നങ്ങളുമായിട്ട് ഉറക്കം നഷ്ടപ്പെട്ട് വേദനയോടെ കഴിയുന്ന എൻ്റെ പ്രിയപ്പെട്ടവളെ, പ്രിയപ്പെട്ടവനെ, നിന്റെ ഹൃദയം ആർക്ക് വേണം? ഈശോയ്ക്ക് വേണം. ഹല്ലേലൂയ. ഒന്ന് കൊടുക്കാൻ പറ്റുമോ? വിശുദ്ധ മാർഗരറ്റ് ഈശോ ചോദിച്ചപ്പോൾ തന്നെ അവളുടെ ഹൃദയത്തെ പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് കൊടുത്തതുപോലെ നമുക്ക് നമ്മുടെ ഹൃദയം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് കൊടുക്കുകയാണ്. അതല്ലേ തൻ പനിക്കാരനച്ഛൻ പറഞ്ഞത്? ഈശോയെ, ഞാൻ എന്നെ പൂർണ്ണമായിട്ട് നിന്റെ ഹൃദയത്തിന്, നിന്റെ തിരുഹൃദയത്തിന് ഞാൻ എന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു എന്ന് ജീവിതത്തിൽ, ദിവസത്തിൽ പല പ്രാവശ്യം ഉരുവിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ സമർപ്പിച്ചവർക്കേ അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. വലത്തേറും ഉയർത്തി പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. അപ്പം എല്ലാ ആശ്വാസവും സമാധാനവും സുരക്ഷിതത്വവും നിനക്ക് വേണ്ടതെല്ലാം എവിടെയുണ്ടെന്നാ വചനം പറയുന്നത്? ഈശോയുടെ തിരുഹൃദയത്തിലുണ്ട്. ഈശോയുടെ തിരുഹൃദയത്തിലുണ്ട്. നീ ഒന്ന് വാ, നീ നിന്നെ തന്നെ ആ ഹൃദയത്തിനൊന്ന് സമർപ്പിക്ക്, നീ നിന്നെ തന്നെ ആ ഹൃദയത്തിലേക്ക് ഒന്ന് വിട്ടുകൊടുക്ക്. എന്നിട്ട് ഈശോ പറയുകയാണ്, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. ആമേൻ. അപ്പം ഈശോയുടെ തിരുഹൃദയം നമ്മൾക്കൊക്കെ അറിയാം. എല്ലാ ക്രൈസ്തവ കുടുംബങ്ങളുടെയും വീടിൻ്റെ മുറ്റത്തോ അല്ലെ പ്രാർത്ഥനാ മുറിയിലോ, വീടിൻ്റെ കയറി വരുമ്പോഴേ കാണാവുന്നത് പോലെയോ അല്ലെ പ്രാർത്ഥനാ മുറിയിലോ നമ്മൾ എന്ത് വെക്കും? ഈശോയുടെ തിരുഹൃദയ രൂപം വെക്കും. ഈശോയുടെ തിരുഹൃദയത്തിന് ആ വീടിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ. അപ്പോൾ എപ്പോഴും തന്നെ പല പ്രാവശ്യം, ഒരു ദിവസം പല പ്രാവശ്യം നമ്മുടെ കണ്ണുകൾ ഈശോയുടെ തിരുഹൃദയത്തിലൂടെ ഒന്ന് കടന്നു പോകുന്നുണ്ട്. ഉണ്ടോ?
ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ഈശോ പറയുകയാണ്, നീ എന്ത് ചെയ്യണം? നീ പഠിക്കണം. നീ എന്താ പഠിക്കേണ്ടത്? എവിടെ നിന്നാ പഠിക്കേണ്ടത്? ഈശോയുടെ ഹൃദയത്തിലേക്ക് നോക്കി വേണം പഠിക്കാൻ. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞു ആമേൻ, ഹല്ലേലൂയ. എന്നിട്ട് എടുത്തു പറയുന്ന 2 കാര്യമാണ്. എന്ത് പഠിക്കണമെന്നാ പറയുന്നത്? ഈശോ എങ്ങനെയാണ്, ഈശോയുടെ ഹൃദയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയുന്നത്? 2 കാര്യം എടുത്തു പറയുന്നുണ്ട്. എന്താണത്? ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കണം. അപ്പോൾ യേശുവിൽ നിന്ന് പഠിക്കുന്നവർക്ക് എന്ത് കിട്ടും? ശാന്തത കിട്ടും, എളിമ കിട്ടും, ആശ്വാസം കിട്ടും, ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്നിരിക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം കിട്ടും. അപ്പോൾ ഈശോയുടെ ഹൃദയത്തിൽ ശാന്തതയും എളിമയും ഉണ്ടെങ്കിൽ അത് ഈശോ എവിടെ നിന്നാണ് കിട്ടിയത്? ഈശോയ്ക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഈശോയ്ക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? പിതാവിൽ നിന്നാണ് കിട്ടിയത്. പിതാവിൽ നിന്ന് ഈ ക്ഷമയും ശാന്തതയും എളിമയും എല്ലാം സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ എന്ത് ചെയ്തിരുന്നു? ഈശോ കൂടെ കൂടെ മലയോരങ്ങളിൽ പോയി, ഏകാന്തതയിൽ പോയി പിതാവിനോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. അപ്പം പ്രിയപ്പെട്ടവർ, ഈശോ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ എൻ്റെ അടുത്ത് വാ, നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്ക്, നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്ക് എന്നൊക്കെ പറയുന്നത് വെറുതെയുള്ള പൊള്ള വാക്കുകളല്ല. ഈശോയുടെ ഹൃദയത്തിൽ അതുണ്ട്. ഈശോ നമുക്ക് തരും, നമ്മളൊന്ന് ചെന്നാൽ മതി. ഹല്ലേലൂയ. അപ്പം മനസ്സൊരുപാടൊരു കടൽ പോലെ ഇങ്ങനെ പ്രക്ഷുബ്ധമായിരിക്കുകയാണ്, തിരമാലകളാൽ ഇങ്ങനെ വല്ലാതെ അസ്വസ്ഥപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഈശോയുടെ ഹൃദയത്തെ നോക്കി കുറേ നേരം ഇരുന്നാൽ ഇത് ശാന്തമാകും, ഈ കടല് ശാന്തമാകും. ഹല്ലേലൂയ. കരത്തോട് ഉയർത്തി പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 7:8 ഒരു വചനം പറയുകയാണ്, ഇതാ പൊള്ള വാക്കുകളിലാണ് നിങ്ങൾ ആശ്രയിക്കുന്നത്, അത് വ്യർത്ഥമാണ്. പൊള്ള വാക്കുകളിൽ ആശ്വസിപ്പിക്കാൻ പറ്റാത്ത, സമാധാനിപ്പിക്കാൻ പറ്റാത്ത, സൗഖ്യപ്പെടുത്താൻ പറ്റാത്ത ആരുടെയൊക്കെ ഒക്കെ വാക്കുകളിൽ നമ്മൾ ആശ്രയിക്കരുത്, അതൊക്കെ വ്യർത്ഥമാണെന്ന് പറയുക. നിന്നെ ആശ്വസിപ്പിക്കാനും നിന്നെ സുഖപ്പെടുത്താനും നിന്നെ ധൈര്യപ്പെടുത്താനും നിന്നെ കൃപ കൊണ്ട് നിറയ്ക്കാനും ആർക്കേ പറ്റുള്ളൂ? ആർക്കേ പറ്റുള്ളൂ? ഈശോയ്ക്കേ പറ്റുള്ളൂ. അപ്പോൾ ഈശോയുടെ വാക്ക് നമ്മളിലേക്ക് കടന്നു വരണം. ഈശോയുടെ വാക്ക് നമ്മളിലേക്ക് കടന്നു വരണം. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് എന്തുമാത്രം പേരാ, നമ്മൾ ഉൾപ്പെടെ ലോകത്തിൽ എന്തുമാത്രം മക്കളാണ് വളരെ ആശ്വാസമില്ലാതെ അസ്വസ്ഥരായിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന, ആരെ വിളിക്കണമെന്നറിയാതെ, ആരോട് പറയണമെന്നറിയാതെ, ആരുടെ അടുത്ത് പോകണമെന്നറിയാതെ ഇങ്ങനെ സങ്കടപ്പെട്ട് അലയുന്ന വലിയ ഒരു ജനത തന്നെയുണ്ട്. പോകാൻ ഒരിടമേ ഉള്ളൂ, വിളിക്കാൻ ഒരു നാമമേ ഉള്ളൂ, ഇരിക്കാൻ ഒരിടമേ ഉള്ളൂ. അതെല്ലാം എൻ്റെ ഈശോയുടെ മുൻപിലാണ്. എൻ്റെ ഈശോയുടെ നാമമാണ് എനിക്ക് വിളിക്കാനുള്ളത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്ത് ചെയ്യണം? നിങ്ങൾ എന്നിൽ നിന്ന് തന്നെ പഠിക്കണം. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈശോയെ വിശേഷിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നാണ് വിളിക്കുന്നത്. ഈശോയെക്കുറിച്ച് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഈ കുഞ്ഞാടിൻ്റെ പ്രത്യേകത എന്താ? ശാന്തത, എളിമ. വചനം പറയുകയാണ്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:7 വചനം ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. ആവശ്യമില്ലാത്തടത്തൊന്നും ഈശോ എന്ത് ചെയ്തില്ല? സംസാരിച്ചിട്ടില്ല, ഉരിയാടിയിട്ടില്ല. കണ്ടോ? അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. പീഡാസഹന വേളയിൽ പോലും ഈശോയുടെ ആ ശാന്തത, ഈശോയുടെ ആ എളിമ, ഈശോയുടെ ആ ക്ഷമ ഈശോയ്ക്ക് നഷ്ടപ്പെട്ടില്ല. ഹല്ലേലൂയ. അതാണ് ഈശോയുടെ തിരുഹൃദയത്തോട് ഭക്തി ഉണ്ടെങ്കിൽ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് പഠിക്കുന്നവർക്ക്, ഈശോയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നവർക്ക്, ഈശോയ്ക്ക് ഹൃദയം കൊടുത്തവർക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാകും, ഈ ഒരു അനുഭവം ഉണ്ടാകും, ഈ ഒരു കൃപ ലഭിക്കും. വലത്തേരുത്തി പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. യേശു അവനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് തെളിയിക്കുക, ശരിയാണ് പറഞ്ഞതെങ്കിൽ എന്തിന് നീ എന്നെ അടിക്കുന്നു? ഉണ്ടോ? പറയേണ്ടിടത്ത് ഈശോ പറയുന്നു, പറയേണ്ടതുപോലെ പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 18:23 ആ വചനം ഉള്ളത്. യേശു അവനോട് പറഞ്ഞു, പീഡാസഹന വേളയിൽ ഈശോയെ പീഡിപ്പിക്കുന്നവരോട് ഈശോ പറയുകയാണ്, ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് തെളിയിക്കുക, അല്ലേ? അത് തെളിയിക്കുക. ശരിയാണ് പറഞ്ഞതെങ്കിൽ എന്തിന് നീ എന്നെ അടിക്കുന്നു? പറയേണ്ടടുത്ത് പറയണം, ചെയ്യേണ്ടത് ചെയ്യണം, പക്ഷേ അതെല്ലാം വളരെ ശാന്തതയോടെ. വീണ്ടും വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് ശാന്തതയുടെ ആത്മാവാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് ശാന്തത. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഒരു വ്യക്തിയുടെ വ്യക്തമായ ഒരു സ്വഭാവ രീതിയാണ് ശാന്തത.
എളിമ. ഹല്ലേലൂയ. വലത്തെ വിരുത്തി പറഞ്ഞ ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവ് ശാന്തതയുടെ ആത്മാവാണ്. എന്നെ സ്മരിക്കുന്നത് തേനിനേക്കാളും എന്നെ സ്വന്തമാക്കുന്നത് തേൻകട്ടയേക്കാളും മാധുര്യം പകരും. എന്ത്? ഈശോയിൽ നിന്ന് പഠിക്കുന്നത്, ഈശോയുടെ ഹൃദയത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ ഉൾക്കൊള്ളുന്നത് ഒത്തിരി മധുരിക്കുന്ന ഒരു അനുഭവമാണെന്ന് സഭാപ്രസംഗൻ്റെ പുസ്തകം 24:20 നമ്മൾ വായിക്കുക. എന്നെ സ്മരിക്കുന്നത് തേനിനേക്കാളും എന്നെ സ്വന്തമാക്കുന്നത് തേൻകട്ടയേക്കാളും മാധുര്യം പകരും. ആമേൻ ഹല്ലേലൂയ. ആമേൻ ആമേൻ ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുഹൃദയത്തിൽ, ഈശോയുടെ ഹൃദയത്തിലേക്ക് നമ്മൾ കൂടുതൽ ആഴത്തിൽ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈശോ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന, ഈശോയിൽ ഏറ്റവും കൂടുതൽ തിളങ്ങി നിൽക്കുന്ന പുണ്യമാണ് ഈ ശാന്തതയും ഈ എളിമയും. ഹല്ലേലൂയ. വലത്ത് ഉയർത്തി പറഞ്ഞ ആമേൻ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴോ ഏറ്റവും കുറവുള്ളതാണെന്ന് നമുക്ക് തോന്നും. ഈ കുറവ് നികത്താൻ എൻ്റെ വഴിയേ ഉള്ളൂ. അതാരാണ്? ഈശോയിലേക്ക് അടുക്കുക, ഈശോയിലേക്ക് ചെല്ലുക. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 4:10 നമ്മളിങ്ങനെ വായിക്കുക. അവൻ അവളോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്ന ആരെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം നൽകുകയും ചെയ്യുമായിരുന്നു. ഹല്ലേലൂയ. എത്രയോ ആഴമായ കാര്യങ്ങളാണെന്ന് നോക്കിയേ ആ സ്ത്രീയോട് ഈശോ പറയുന്നത്. നീ അറിയുന്നില്ല, നീ അവനെ അറിഞ്ഞിരുന്നെങ്കിൽ നിനക്കിത് ലഭിക്കും. ഇപ്പം ഈശോയെ അറിയുന്നവർക്കെല്ലാം ഈശോയുടെ പുണ്യങ്ങൾ, ഈശോ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ ലഭിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22:48 നമ്മളിങ്ങനെ വായിക്കുക. യേശു അവനോട് ചോദിച്ചു, യൂദാസേ, ചുംബനം കൊണ്ട് നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നുവോ? ഉണ്ടോ? ചോദിക്കേണ്ടത് ചോദിക്കാൻ ഈശോ സമയമെടുക്കുന്നുണ്ട്. ചോദിക്കേണ്ടത് ഈശോ ചോദിക്കുന്നുണ്ട്. തന്നെ ഒറ്റിക്കൊടുത്ത യൂദാസിനോട് ചോദിക്കുക. എന്താ ചോദിച്ചത്? യൂദാസേ, നീ ചുംബനം കൊണ്ട് നീ ദൈവപുത്രനെ ഒറ്റിക്കൊടുക്കുന്നുവോ? അല്ലത്തേര് ഉയർത്തി പറഞ്ഞ ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. അപ്പൊ തന്നെ ഒറ്റിക്കൊടുക്കുന്ന യൂദാസിനെ പോലും ആ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് തന്നെയാണ് ഈശോ കൊണ്ടുപോയിരുന്നത്, അല്ലേ? യൂദാസിനെ പോലും ഈശോ ഇങ്ങനെ തള്ളിക്കളഞ്ഞിരുന്നില്ല. ഈശോ ഇങ്ങനെ ചേർത്ത് പിടിച്ച് തന്നെയാണ് കൊണ്ടുപോയിരുന്നത്. വചനം പറയാണ്, സുഭാഷിതം 15:1 നമ്മളിങ്ങനെ വായിക്കുന്നു. സൗമ്യമായ മറുപടി ക്രോധത്തെ ശമിപ്പിക്കുന്നു, പരുഷ വാക്ക് കോപം ഇളക്കി വിടുന്നു. പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഓർത്ത് നോക്കിയേ, ശാന്തമായിട്ട് പറയേണ്ട ഒരു വാക്ക് ശാന്തമായിട്ട് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് പലപ്പോഴും അത് വലിയ കുടുംബകലഹത്തിലെത്തുന്നത്. ശരിയല്ലേ? ആണോ? അതെ. ശാന്തമായിട്ടൊന്ന് പറഞ്ഞാൽ അത് അവർക്ക് മനസ്സിലാകും. പക്ഷെ നമ്മൾ പറയുന്ന രീതി, നമ്മൾ സംസാരിക്കുന്ന രീതി, സംസാരിക്കുന്ന വാക്കുകൾ, ഇതൊക്കെ പലപ്പോഴും മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതും മുറിപ്പെടുത്തുന്നതുമാണെങ്കിൽ ആ കുടുംബത്തിൽ ശാന്തതയല്ല ഉണ്ടാകുന്നത്. പിന്നെ എന്താണോ? വലിയൊരു അസ്വസ്ഥതയ്ക്ക്, വലിയ കലഹത്തിന് തന്നെ അത് കാരണമായി തീരും. അതുകൊണ്ടാണ് വചനം പറയുന്നത് സൗമ്യമായ മറുപടി. എത്രയധികം കോപത്തോടെ നമ്മുടെ നേരെ ചാടി വരാൻ ഒരുങ്ങുന്ന വ്യക്തിയുടെ മുമ്പിലും നമുക്ക് സൗമ്യതയോടെ നിൽക്കാൻ പറ്റുകയാണെങ്കിൽ സൗമ്യമായ മറുപടി കോപത്തെ ശമിപ്പിക്കുന്നു. പരുഷമായ വാക്ക് മുറിപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന പരുഷമായ വാക്ക് കോപത്തെ ഇളക്കി വിടുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് തോന്നുന്നില്ലേ, ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് നമുക്ക് സ്വീകരിക്കേണ്ട വലിയൊരു പുണ്യമാണ്, ഈശോ തന്നെ നമുക്ക് തരേണ്ട വലിയൊരു കൃപയാണ്. ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ, ഒരു കുടുംബനാഥ എന്ന നിലയിൽ, ഒരു സിസ്റ്റർ എന്ന നിലയിൽ, ഒരു അച്ഛൻ എന്ന നിലയിലൊക്കെ നമ്മളിൽ ഇങ്ങനെ പ്രകാശപൂരിതമായിട്ട് നിൽക്കേണ്ട ഒരു കൃപ തന്നെയാണ് ഈ ശാന്തതയും എളിമയും. ഹല്ലേലൂയ. വലത്തേര് വരുത്തി പറഞ്ഞ ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ഇവിടെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ 7-8 നമ്മളിങ്ങനെ വായിക്കുക. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട്, ആ വചനം എന്ന് പറഞ്ഞേ, തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് എന്ന് പറയുന്നത് ഈശോയുടെ എളിമയാണ്. ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്നു. ദൈവത്തിന്റെ പുത്രനെ വെറും ഒരു മനുഷ്യൻ്റെ രൂപത്തിലാണ് ഈ ഭൂമിയിലേക്ക്, മനുഷ്യാവതാരം എടുത്താണ് ഈശോ ഭൂമിയിലേക്ക് വരുന്നത്, അല്ലേ? അതുകൊണ്ട് വചനം പറയുന്നത് തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്നു. ഇത് കൂടുതലൊന്നും എളുപ്പപ്പെടാനില്ല, ആയിത്തീർന്നു. ആ ഹൃദയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, ആ വാക്കൊന്ന് പറഞ്ഞേ, മരണം വരെ, അതേ കുരിശു മരണം വരെ പറഞ്ഞേ, അതെ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. അപ്പൊ ഈ എളിമയുടെയും വിനയത്തിൻ്റെയും ഒരു ലക്ഷണം എന്ന് പറയുന്നത് എന്താണ്? അനുസരണമാണ്. ഹല്ലേലൂയ. ഈശോയ്ക്ക് എളിമയുണ്ടായിരുന്നു,
ഈശോയ്ക്ക് എളിമയുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, ഈശോയുടെ ഹൃദയം നിറയെ വിനയമായിരുന്നു എന്ന് പറയുമ്പോൾ, അത് ഇവിടെ ഈ വചനത്തിൽ വ്യക്തമാക്കുകയാണ്. ആ എളിമയെന്ന് പറയുന്നത് എങ്ങനെയാണ് അതാ പറയുന്നത്. മരണം വരെ, കുരിശു മരണം വരെ ഈശോയെ എങ്ങനെയുള്ളവനായിരുന്നു? പൂർണ്ണമായിട്ടും തൻ്റെ പിതാവിനെ അനുസരിച്ചവനായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ പറയല്ലേ, കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല, അധ്യാപകരെ അനുസരിക്കുന്നില്ല, ആരെ അനുസരിക്കുന്നില്ല. എന്താ കാരണം? നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ എളിമയിൽ വളർത്താൻ പറ്റുന്നില്ല, വിനയമുള്ള കുഞ്ഞുങ്ങളായിട്ട് വളർത്താൻ പറ്റുന്നില്ല. ഈ എളിമയൊക്കെ നമുക്ക് ഒരിടത്തുനിന്നും മേടിക്കാൻ കിട്ടുന്നതല്ല. ഇത് ഈശോയോട് അടുക്കുന്നവർക്ക് മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. ഈശോയോട് ചേർന്നിരിക്കുന്നവർക്ക് മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളെ ഈശോയോട് ചേർത്ത് വെക്കണം. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കയ്യിലിരിക്കുന്ന ഫോൺ വലിച്ചെറിയുന്നു, TV തല്ലിപ്പൊട്ടിക്കുന്നു, കസേര തല്ലിപ്പൊട്ടിക്കുന്നു, അവിടെ കിടന്ന് ഉരുളുന്നു. എന്തെല്ലാം ബഹളവും അസ്വസ്ഥതയാണ് പലപ്പോഴും കുഞ്ഞുങ്ങളൊക്കെ കാണിക്കാറുള്ളത്. അതൊക്കെ എവിടുന്നാണ് അവർ പഠിച്ചത്? അല്ലേ? അവർ പഠിച്ചത് എങ്ങനെയാണ്? അപ്പനും അമ്മയും തമ്മിൽ വലിച്ചേറും തെറിയും ചെത്തിയൊക്കെ കണ്ടു വളരുന്ന കുഞ്ഞുങ്ങൾ അങ്ങനെ തന്നെ അവരും കാണിക്കുകയല്ലേ? അവരും അങ്ങനെ തന്നെ കാണിക്കും. അവിടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുസരിക്കേണ്ടവരെ അനുസരിക്കാൻ പഠിക്കണം. അനുസരിക്കേണ്ടത് നമ്മൾ എല്ലാവരും അനുസരിക്കണം. ചിലപ്പോൾ ഭാര്യ പറയുന്ന ഭർത്താവ് കേൾക്കണം, ഭർത്താവ് പറയുന്ന ഭാര്യ കേൾക്കണം, മാതാപിതാക്കൾ പറയുന്ന മക്കൾ കേൾക്കണം. വേണം. ഇന്നലെ ഒരു മകൻ എന്നോട് സംസാരിക്കുമായിരുന്നു. ഞാൻ എന്നാ പറഞ്ഞാലും പപ്പ അത് കേൾക്കുകയില്ല, എന്നാ നല്ല കാര്യം പറഞ്ഞാലും പപ്പ അത് കേൾക്കുകയില്ല. അവൻ വളരെ സങ്കടത്തോടെയാണ് പറയുന്നത്. എൻ്റെ കുടുംബത്തിലൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ആ പ്രശ്നമൊക്കെ ഷെയർ ചെയ്തതിന് ശേഷം പറയാണ്, ഞാൻ പറയുന്ന ഒന്നും പപ്പ കേൾക്കുകയില്ല. അപ്പോൾ ചില കാര്യങ്ങളിൽ മക്കൾ പറയുന്ന മാതാപിതാക്കൾ കേൾക്കാനുണ്ട്, ഇല്ലേ? ഉണ്ട്. അവർ മക്കളല്ലേ, ഞങ്ങൾ മാതാപിതാക്കളല്ലേ, അങ്ങനെ പറയാൻ പറ്റിയല്ല. ചില കാര്യങ്ങൾ മക്കൾ പറയുന്ന മാതാപിതാക്കളെ കേൾക്കണം, മാതാപിതാക്കൾ പറയുന്ന മക്കൾ കേൾക്കണം. അങ്ങനെ വചനം പറയുന്നു, എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. ഈശോയുടെ വചനം ഒന്നും ഇങ്ങനെ വാക്കുകളല്ല, അതെല്ലാം ഈശോ ജീവിച്ചതാണ്. അപ്പം അതിന് ശക്തിയുണ്ട്. അതുകൊണ്ടാണ് അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വല്ലാതെ ആകർഷിക്കപ്പെടുക, അത് ഹൃദയത്തെ സ്പർശിക്കുക. ഈശോയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തെ തൊടുന്നുണ്ട്, ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. എന്നോട് ഈ യൂട്യൂബിലൂടെ ക്ലാസ്സൊക്കെ കേട്ടിട്ട് എന്നോട് പറയുമ്പോൾ, സിസ്റ്റർ എനിക്കത് എന്നെ സ്പർശിച്ചു, എനിക്ക് വേണ്ടി പറയുന്നവരെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. കർത്താവിൻ്റെ വാക്കാത്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വാക്ക്, അത് എനിക്ക് വേണ്ടിയുള്ളതാണ്. അവിടെ ദൈവം ഫലം പുറപ്പെടുവിക്കും. സുഭാഷിതം 16:5 പറയുകയാണ്, അഹങ്കരിക്കുന്നവരോട് കർത്താവിന് വെറുപ്പാണ്. ഹല്ലേലൂയ. അപ്പോൾ എന്നോട് കർത്താവിന് വെറുപ്പായിരിക്കും ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്. കാരണം ഏതെല്ലാം രൂപത്തിലാണ് എൻ്റെ ഉള്ളിൽ അഹങ്കാരം കയറി വരാറുള്ളത്, അല്ലേ? അപ്പം നമ്മൾ ഓർക്കണം, ഏറ്റവും കർത്താവ് വെറുക്കുന്ന പാവം ഏതാ? ഇങ്ങനെ വേറൊരിടത്തും വേറൊന്നിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലെന്ന് എനിക്ക് തോന്നേ. ഏറ്റവും കർത്താവിന് വെറുപ്പുളവാക്കുന്ന പാവം ഏതാ? അഹങ്കാരമാണ്. അത് നമ്മൾ അറിയുന്നില്ല. നിന്റെ അഹങ്കാരം ഒന്ന് കുറയ്ക്കേ എന്ന് നമ്മൾ ഒരാളോട് പറഞ്ഞാൽ ചിലപ്പോൾ അവർ നമ്മളെ കല്ലുപറക്കി എറിയും. കാരണം എന്താണ്? അവർ മനസ്സിലാക്കിയിട്ടില്ല അവരുടെ അഹങ്കാരത്തിൻ്റെ രൂപം എങ്ങനെയാണ്, ഭാവം എങ്ങനെയാണ്, മനസ്സിലാക്കിയിട്ടില്ല. കുറവുകളുണ്ട്, എനിക്ക് കുറവുകളുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ എന്നെ തന്നെ വിലയിരുത്തുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ഒരു സെക്കൻഡെങ്കിലും ഉണ്ടോ ഈ അഹങ്കാരമില്ലാത്ത നിമിഷമെന്ന്? ഒരു സെക്കൻഡെങ്കിലും ഉണ്ടോ ഉള്ളിലൊരു അഹങ്കാര ചിന്ത വരാത്ത നിമിഷമെന്ന്? അപ്പം അതൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമുക്കത് മാറ്റാൻ സാധിക്കും. വലത്തെ ഉയർത്തി പറഞ്ഞേ ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. വിശുദ്ധ അഗസ്റ്റിൻ പറയുകയാണ്, സ്വയം എളിമപ്പെടുക, അപ്പോൾ ദൈവം നിന്നിലേക്ക് ഇറങ്ങി വരും. അഹങ്കാരം ദൈവത്തിന് വെറുപ്പാണ്. അഹങ്കാരത്തോടെ ഇരിക്കുന്ന ഹൃദയത്തിൽ ദൈവം അകന്നു പോകും. എന്നാൽ വിശുദ്ധ അഗസ്റ്റിൻ പറയുകയാണ്, എളിമപ്പെടുമ്പോഴാണ് ദൈവം നിന്നിലേക്ക് ഇറങ്ങി വരുന്നത്. എന്നാൽ നിങ്ങൾ അഹങ്കരിച്ചാൽ അവിടെ നിങ്ങളിൽ നിന്ന് അകന്നു പോകും. അല്ലത്തേര് ഉയർത്തി പറഞ്ഞ ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. അപ്പം ദൈവം അകന്നു നിൽക്കുന്നത് എപ്പോഴാണ്? നമ്മൾ വിചാരിക്കും നമ്മൾ എളിമയുടെ നിറകുടമാണെന്നൊക്കെ. എളിമയുടെ നിറകുടമൊന്നും അല്ല, അല്ലേ? അപ്പോൾ വിശുദ്ധ അഗസ്റ്റിൻ പറയുകയാണ്, നിങ്ങൾ അഹങ്കരിക്കുമ്പോഴൊക്കെ ദൈവം നിങ്ങളിൽ നിന്ന് അകന്നു പോകും. ദൈവം എളിയവരെ സ്നേഹപൂർവ്വം കടാക്ഷിക്കുന്നു. ഹല്ലേലൂയ. ദൈവം എളിയവരെ സ്നേഹപൂർവ്വം കടാക്ഷിക്കുന്നു. എന്നാൽ അഹങ്കാരികളെ അവിടുന്ന് ദൂരെ വെച്ച് തന്നെ കാണുന്നു. അഹങ്കാരികളെ അവിടുന്ന് ദൂരെ വെച്ച് തന്നെ കാണുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സ്പിരിച്വൽ ഷെയറിങ്ങിനൊക്കെ വരുമ്പോൾ പലപ്പോഴും ഒത്തിരി വേദന തോന്നും. സ്പിരിച്വൽ ഷെയറിങ്ങിന് വരുന്ന ആ വ്യക്തിയെക്കുറിച്ചല്ല,
ആ വ്യക്തിയിലൂടെ കർത്താവ് ചില കാര്യങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കും. എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ കുടുംബങ്ങളിൽ, അവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തെ നിന്ദിച്ച്, ദൈവത്തിൽ നിന്ന് അകന്ന്, കുദാശകളില്ലാതെ, വിശ്വാസമില്ലാതെ, ദൈവികമായ കാര്യങ്ങൾ സ്വന്തം ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യവും ചെയ്യാതെ വളരെ മ്ലേച്ഛതയിൽ, വളരെ തിന്മയിൽ അഹങ്കരിച്ച് എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് കരുതി നിത്യരക്ഷയിൽ, നിത്യനാശത്തിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന വ്യക്തികളെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നൊമ്പരം തോന്നും, സങ്കടം തോന്നും. വലത്തേറ് ഉയർത്തി പറഞ്ഞു ആമേൻ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്. നമ്മളിവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലോ നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു ആത്മാവ് ദൈവത്തെ അറിയാതെ, ഈശോയാണ് രക്ഷകനെന്ന് പറയാൻ പറ്റാതെ, കുദാശകൾ സ്വീകരിക്കാതെ, നല്ല കുമ്പസാരം നടത്താതെ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എങ്ങനെയെങ്കിലും ഒരു സ്പിരിച്വൽ ഷെയറിങ്ങിന് വേണ്ടിയിട്ട് അവരെ എത്തിക്കണം. സ്പിരിച്വൽ ഷെയറിങ്ങിന് എത്തിച്ചാൽ തീർച്ചയായിട്ടും അവരൊരു കുമ്പസാരക്കൂട്ടിലെത്തും. കുമ്പസാരക്കൂട്ടിലെത്തിയാൽ ഈശോയുടെ രക്ഷ അനുഭവിക്കാൻ പറ്റും. വലത്തേറ് ഉയർത്തി പറഞ്ഞു ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നമ്മൾ സുവിശേഷ ശുശ്രൂഷകരാകണം. ദൈവത്തിൻ്റെ കരുണയുടെ നിമിഷങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. ഇനി സമയമായി എന്ന് പറഞ്ഞേ, സമയമായി. നമ്മളും നമ്മുടെ കുടുംബവും ഈ കർത്താവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി ഒരുങ്ങേണ്ട സമയമായി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വചനം പറയുകയാണ് പ്രഭാഷകൻ്റെ പുസ്തകം 35:21. പ്രഭാഷകൻ 35:21 പറയുകയാണ്, വിനീതൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു. നമ്മൾ എളിമയോടെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാവ് ദൈവത്തിൻ്റെ മുമ്പിൽ തന്നെ എത്താൻ വേണ്ടി പിശാച് തൻ്റെ സർവ്വശക്തിയോടും കൂടെ പ്രവർത്തിക്കുക. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു വന്നപ്പോൾ കർത്താവ് മെസ്സേജ്, ദ്വന്ദ്വ യുദ്ധം നടക്കുക. ഇതാണ് പിശാചും ദൈവവും തമ്മിലുള്ള യുദ്ധമാണ്. കാരണം എല്ലാവരും ഏതെങ്കിലുമൊക്കെ തരത്തിൽ തിന്മയ്ക്ക് അടിമപ്പെടുത്തിയിട്ട് നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകാൻ പിശാച് തൻ്റെ സർവ്വശക്തി എടുത്ത് പരിശ്രമിക്കുക. നമ്മളോ, നമുക്കിത് മനസ്സിലാകുന്നില്ല. നമ്മളിത് മനസ്സിലാക്കാതെ നമ്മളിപ്പോഴും ഭൗതികമായ വ്യഗ്രതകളിൽ കഴിയുവാണ്. അതുകൊണ്ടാണ് വിനീതൻ്റെ പ്രാർത്ഥന. നമ്മൾ എളിമപ്പെട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ ദൈവം അത് കാണും. അത് കർത്തൃസന്നിധിയിൽ എത്തുന്നത് വരെ അവന് സ്വസ്ഥത ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ. ഒത്തിരി അമ്മച്ചിമാരൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. സിസ്റ്റർ, ഞാൻ ഇത്ര വർഷമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ എൻ്റെ ജീവിത പങ്കാളി കുമ്പസാരിച്ചിട്ടില്ല, പള്ളിയിൽ പോകാൻ തുടങ്ങിയിട്ടില്ല, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കൂടുന്നില്ല, അങ്ങനെ പറയുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും, ഉറപ്പാണ്. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞു ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:48 നമ്മൾ വായിക്കുക. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. വലത്തേറ് ഉയർത്തിയ വചനം എന്ന് പറഞ്ഞ് അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ആമേൻ, ഹല്ലേലൂയ. വലത്തേറ് ഉയർത്തി പറഞ്ഞ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്നിരിക്കാനും ഈശോയുടെ തിരുഹൃദയത്തെ അടുത്തറിയാനും ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഈശോ നമ്മളോട് പഠിക്കാൻ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈശോയിൽ നിന്ന് പഠിക്കുക, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് പഠിക്കുക. അതിനകത്ത് 2 കാര്യമാണ് സിസ്റ്റർ ഇപ്പോൾ എടുത്തു പറഞ്ഞത്. ഏതൊക്കെയാണത്? ഈശോയുടെ ശാന്തത, ഈശോയുടെ എളിമ. അതുപോലെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈശോയുടെ ഹൃദയത്തിൻ്റെ പ്രത്യേകത എന്താ? ഈശോയുടെ ഹൃദയം നിറയെ എന്താ? കരുണയാണ്. ഹല്ലേലൂയ. കരുണ. കരുണ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹം തന്നെയാണ് ഈ കരുണ. ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹം തന്നെയാണ് ഈ കരുണ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനത്തോട് ദൈവത്തിൻ്റെ ആ ഉടമ്പടി ഉണ്ടല്ലോ, ഇസ്രായേൽ ജനത്തോടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടി എന്ന് പറയുന്നത് ഈ അചഞ്ചലമായ സ്നേഹത്തിൻ്റെ കരുണയുടെ ഉടമ്പടിയാണ്. ദൈവം തൻ്റെ സ്നേഹമാണ് കരുണയായിട്ട് നമ്മളിലേക്ക് ഒഴുക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധ ഫൗസ്തീനായിലൂടെ ഈശോ വെളിപ്പെടുത്തുന്നുണ്ട്, എൻ്റെ ഹൃദയം നിറയെ സ്നേഹമാണ്, കരുണയാണെന്ന് നീ എല്ലാവരോടും പറയുക. ഹല്ലേലൂയ. വിഷമിക്കുന്ന, വേദനിക്കുന്ന, ഭാരപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളോടും നമ്മളോട് പറയാൻ ഈശോ പറയുന്ന ഇതാണ്, എൻ്റെ ഹൃദയം നിറയെ. അതവിടെ വറ്റിപ്പോകുന്നതല്ല, വറ്റിപ്പോകുന്നൊരു തടാകമല്ല, ഒരിക്കലും വറ്റാത്തൊരു വലിയ സമുദ്രമാണ് ഈശോയുടെ ഹൃദയം. ആ ഹൃദയം നിറയെ കിടക്കുന്നത് എന്താണ്? സ്നേഹമാണ്, കരുണയാണ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇതൊന്നും ആവശ്യമില്ല. എന്തുകൊണ്ടാണ്? നമ്മളിങ്ങനെ ഭൗതികമായ വ്യഗ്രത കൊണ്ട് ഓടുക. നമ്മുടെ ഹൃദയത്തിനൊരു ശൂന്യത, വലിയൊരു ശൂന്യത നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ആ ശൂന്യത നമ്മൾ മനസ്സിലാക്കുന്നില്ല.
ഈശോയെ കൊണ്ടല്ലാതെ എൻ്റെ ഹൃദയത്തെ നിറയ്ക്കാൻ ഒന്നിനും പറ്റത്തില്ല. ഈശോ തരുന്ന സ്നേഹം കൊണ്ടും ഈശോ തരുന്ന കരുണ കൊണ്ടുമല്ലാതെ എൻ്റെ ഹൃദയത്തിന്, നമ്മുടെ ഹൃദയത്തിന് ഒരിക്കലും സംതൃപ്തി ഉണ്ടാകുന്നില്ല. വലത്തേന് ഉയർത്തി പറഞ്ഞു ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. വചനം പറയുന്നു, സങ്കീർത്തനം 103:13 പറയുകയാണ്, മക്കളോടെന്ന പോലെ കർത്താവിന് തൻ്റെ ഭക്തരോട് അലിവ് തോന്നുന്നു. മക്കളോടെന്ന പോലെ ആരോട് അലിവ് തോന്നുന്നത്? ഇങ്ങനെ തമ്പുരാൻ്റെ അടുത്ത് വന്നിരുന്ന് തമ്പുരാൻ്റെ വാക്കുകൾക്ക് വില കൊടുത്ത് ആ തിരുഹൃദയത്തിലേക്ക് നോക്കി ഈശോയുടെ ദിവ്യകാരുണ്യത്തിൽ എന്നോടുള്ള സ്നേഹത്തോടെ ഇറങ്ങി വരുന്ന ആ ഹൃദയം കാണുമ്പോൾ, ആ ഹൃദയം നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരു സമുദ്രത്തിൽ നിന്ന് ജലം എന്നതുപോലെ കവിഞ്ഞൊഴുകുന്ന ആ ഹൃദയത്തിലെ സ്നേഹവും ആ കരുണയും ഞാൻ സ്വീകരിക്കുമ്പോൾ അല്ലാതെ എനിക്ക് ഒരിക്കലും ഒരു ആശ്വാസം കിട്ടിയല്ല, സമാധാനം കിട്ടിയല്ല. വലത്തൽ ഉയർത്തി പറഞ്ഞു ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. നമ്മുടെ പരാതി മുഴുവൻ ഭർത്താവ് സ്നേഹിക്കുന്നില്ലെന്ന, ഭാര്യ സ്നേഹിക്കുന്നില്ലെന്ന, മക്കൾ സ്നേഹിക്കുന്നില്ലെന്ന, അല്ലെ കൂട്ടുകാർ സ്നേഹിക്കുന്നില്ലെന്ന. നമ്മൾ ഈശോ നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ള ഒരനുഭവം സ്വന്തമാക്കാത്തത് കൊണ്ടാണ്, ഈശോയുടെ ഹൃദയത്തിലെ സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയാത്തത് കൊണ്ടാണ് പലരുടെയും സ്നേഹത്തിൻ്റെ കുറവുകളൊക്കെ പറഞ്ഞ് നമ്മൾ പരാതിപ്പെട്ടും സങ്കടപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും ഇരിക്കുന്നത്. അടുത്തരുത്തി ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. വചനം പറയാണ്, അവർ അവിടുത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു എന്ന് പറഞ്ഞേ. അവർ അവിടുത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ, കർത്താവിന്റെ വാക്ക് വാ തുറന്ന് പറഞ്ഞ്, അവർ അവിടുത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. അങ്ങനെ കാരുണ്യാതിരേകത്താൽ അവിടുന്ന് പലതവണ അവരെ രക്ഷിച്ചു. ആമേൻ, 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 ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ശക്തമായ ഒരു ബോധ്യം ഉണ്ടായിരിക്കണേ. ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം എന്നെ ശിക്ഷിക്കാനിരിക്കുന്നവനല്ല, എന്നെ ശ്വാസിക്കാനിരിക്കുന്നവനല്ല, എൻ്റെ ചെറിയ ചെറിയ തെറ്റുകൾ പോലും കണ്ടുപിടിച്ചിട്ട് എനിക്കതിന് ശിക്ഷ തരാൻ വേണ്ടി നോക്കിയിരിക്കുന്നവനല്ല. മറിച്ച് വലിയ കരുണയോടെ, വലിയ സ്നേഹത്തോടെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവം.